ഇങ്ങനൊരു പിങ്ക് കളറിലുള്ള നെയ്ച്ചോറാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ എന്തായാലും എല്ലാവരും ഇതിൻ്റെ ഫാൻ ആവും കേട്ടോ. ഇവിടെ വീട്ടിലെല്ലാവർക്കും നോർമൽ നെയ്ച്ചോറിലേറെ ഇഷ്ടപ്പെട്ടൊരു നെയ്ച്ചോറാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. കുക്കറിലാണ് റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ദ ഇൻഡസ് വാലിയുടെ ട്രൈപ്ലസ് സ്റ്റെയിൻലെസ് സ്റ്റീൽ പ്രഷർ പാൻ ആണ്. സാധാരണ സ്റ്റീൽ കുക്കറിലൊക്കെ കുക്ക് ചെയ്യുമ്പോൾ അടി പിടിക്കുന്ന പ്രോബ്ലംസ് ഒക്കെ വരുമല്ലോ. ഇത് 3 ലെയർ തിക്ക് ബോഡി ആയതുകൊണ്ട് തന്നെ അടി പിടിക്കുന്ന പ്രോബ്ലംസും ഇല്ല കേട്ടോ. നുസ്രിൻ കബീർ എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ഈ ഒരു കൂപ്പൺ കോഡ് യൂസ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാന്നുണ്ടെങ്കിൽ എക്സ്ട്രാ 12% ഡിസ്കൗണ്ടും കിട്ടും കേട്ടോ. കുക്കർ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 1 ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ബേ ലീവ്സ് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞു ചേർത്തിട്ട് ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതും ചേർത്ത് വഴറ്റിയതിന് ശേഷം ഒരു ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതും 2 തണ്ട് കറിവേപ്പിലയും ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ അതിലേക്ക് 1.5 തക്കാളി മിക്സിയിൽ നന്നായിട്ട് അടിച്ചത് അതും ചേർത്തിട്ട് ആ തക്കാളി നന്നായിട്ട് വേവുന്ന വരെ എണ്ണ തെളിയുന്ന വരെ വേവിച്ചെടുക്കുക. അതിനുശേഷം 3 കപ്പ് കൈമ റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അത് വെള്ളമൊക്കെ കഴുകി വെള്ളം വാർന്നതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഈ ഒരു സമയം നമുക്ക് ഉപ്പും ചേർത്ത് കൊടുക്കണം. അതേപോലെ തന്നെ വെള്ളവും തിളപ്പിക്കാനായിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളം 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാട്ടോ എടുത്തിട്ടുള്ളത്. വെള്ളവും ചേർത്ത് ഒന്ന് തിളച്ച് വരുമ്പോൾ അടച്ചു വെച്ചിട്ട് നമുക്ക് 1 വിസിൽ വരുന്ന വരെ വേവിച്ചെടുക്കാം. 1 വിസിൽ വന്ന് കംപ്ലീറ്റ് പ്രഷർ പോയതിന് ശേഷം ഓപ്പൺ ചെയ്യാം കേട്ടോ. അതിനുശേഷം പിന്നെ കുക്കറിൽ വെക്കേണ്ട. ഞാൻ എല്ലാം കുക്കറിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഒട്ടും അടി പിടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു നെയ്ച്ചോറ് കിട്ടിയിട്ട്